പ്രവാസ ജീവിതം ഒരു ലൂപ്പാണ്. പലവരും പഠിക്കാനും ജോലിക്കൊക്കെ വന്ന് ഈ ലൂപ്പിൽ പെട്ട് പോയവരായിരിക്കും കൂടുതൽ പേരും. ഞാൻ അതുപോലെ ഈ ലൂപ്പിൽ പെട്ട് പോയ ഒരാളാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്ന് ജർമ്മനി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ജർമ്മനി എന്ന് പറയുന്ന ഈ വലിയ കൺട്രിയിലെ എന്റെയും കുറച്ച് ഫ്രണ്ട്സിന്റെയും അവസ്ഥ അതേ എങ്ങനെയാട്ടോ. എത്രയൊക്കെ മണി സേവ് ആക്കാൻ നോക്കിയാലും അത് പോകുന്ന വഴി അറിയില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കൺട്രികളിലുള്ള സ്റ്റുഡൻസിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ റെന്റ്, ഫുഡ്, ട്രാവല്, ഇൻഷുറൻസ്, ഫീസ്, ഇങ്ങോട്ട് കയറി വരുന്ന ലോണ്, അങ്ങനെ ഒത്തിരി എക്സ്പെൻസസ് ഒക്കെ നമുക്ക് മീറ്റ് ആക്കണം. സ്റ്റുഡൻസിന് തന്നെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു മാസത്തിൽ എത്ര ചെലവുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എന്തായാലും വന്നു, ഇനി ജോലി ചെയ്ത് എല്ലാം സെറ്റാക്കാന്ന് വിചാരിക്കുമ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്. എന്തായാലേ ഇതൊക്കെ കൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്റ്റുഡൻസിന്റെയും ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന കടം ഇപ്പോ ഇന്റർനാഷണൽ ലെവൽ വരെ എത്തി. പിന്നെ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്താന്നും ക്രെഡിറ്റ് സ്കോർ എന്താന്നും എല്ലാം ഇവിടെ വന്നപ്പോ മനസ്സിലായി. ഞാൻ ഇതിൽ എല്ലാവരുടെയും കാര്യം പറയില്ല. ഒരു 5 മുങ്ങിയാൽ എല്ലാവരും മുങ്ങുമെന്നില്ല. ചിലർ ഉടനെ കരയെടുക്കും, ചിലർക്ക് നീതി അതുവരെ എത്താൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഒടുവിൽ എല്ലാവരും കരയില്ല. അതാണ് വിജയം, അതാണ് പ്രതീക്ഷ. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം കേട്ടോ പറയാനുള്ളത്, എല്ലാവരും ഡബിൾ സ്ട്രോങ് ആയി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ സ്മൂത്ത് ആയി പോകുന്നേ, അത് ഉറപ്പാണ്. അത് സെറ്റായി കഴിഞ്ഞാൽ ജർമ്മനി ബിക്കം സെക്കൻഡ് ഹോം. ഇത് കഷ്ടപ്പാട് പറയുന്നതല്ല കേട്ടോ, ഇതാണ് റിയാലിറ്റി.